ജോലി സമയത്തിന്റെ കാര്യത്തിൽ ചൈനയിൽ നിലനിൽക്കുന്ന നിയമമാണ് 996. ആഴ്ചയിൽ 6 ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ജോലി എന്നതുമാണ് ഈ നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനെതിരെ ചൈനയിലെ യുവാക്കൾ കനത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന് ബദലായി രാജ്യത്തെ യുവാക്കൾക്കിടയിൽ നേക്കഡ് റെസിഗ്നേഷൻ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് നേക്കഡ് റെസിഗ്നേഷൻ? ഇത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. ആഴ്ചയിൽ 6 ദിവസം രാവിലെ 9 മുതൽ വൈകിട്ട് 9 മണി വരെ ജോലി ചെയ്യുന്ന പരമ്പരാഗത രീതിക്ക് ബദലാണ് നേക്കഡ് റെസിഗ്നേഷൻ. ഭാവിയെക്കുറിച്ച് പ്രത്യേക പദ്ധതിയൊന്നുമില്ലാതെ ചൈനയിലെ പ്രൊഫഷണലുകൾ ജോലിയിൽ നിന്ന് രാജിവെക്കുന്ന രീതിയാണ് നേക്കഡ് റെസിഗ്നേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കോർപ്പറേറ്റ് ജീവിതത്തിന്റെ സമ്മർദ്ദം സഹിക്കാനാകാതെയാണ് പലരും ജോലി രാജിവെക്കുന്നത്. ചൈനയിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ വളരെ സുപരിചിതമായിക്കൊണ്ടിരിക്കുന്ന വാക്കുകൂടിയാണ് നേക്കഡ് റെസിഗ്നേഷൻ എന്നത്. ജോലി രാജിവെച്ച് യാത്രകൾ പോകാനും മാനസിക സന്തോഷം വീണ്ടെടുക്കാനുമാണ് യുവാക്കൾ ഇതിലൂടെ ശ്രമിക്കുന്നത്. നേക്കഡ് റെസിഗ്നേഷനെ പോലെ ചൈനീസ് സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാകുന്ന മറ്റൊരു വാക്കാണ് ലവ് ക്യൂട്ടിംഗ് എന്നത്. യാത്ര ചെയ്യാനും പുതിയ താൽപര്യങ്ങൾ കണ്ടെത്താനുമായി യുവാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി രാജി പ്രഖ്യാപിക്കുന്ന രീതിയാണിത്. കോർപ്പറേറ്റ് ജോലിയിലെ സമ്മർദ്ദങ്ങൾ സഹിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലാണ് യുവാക്കൾ കൂട്ടത്തോടെ രാജിവെക്കുന്നത്. ജോലിയിൽ നിന്ന് അല്പകാലത്തേക്ക് ഇടവേളയെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ ഈ പ്രവണത യുവാക്കൾക്ക് മറ്റ് ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. ജോലിയിൽ നിന്ന് ഇടവേളയെടുക്കുന്നതിലൂടെ പുതിയ ജോലി കണ്ടെത്താൻ യുവാക്കൾക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുന്നോട്ടുള്ള ജീവിത ചെലവിനും പണം ആവശ്യമായി വരും. പണമില്ലാത്തത് അവരുടെ ദൈനംദിന ചെലവുകളെയും ബാധിക്കും. ഇത്തരക്കാർ ജോലി രാജിവെക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. ജോലിയില്ലാതായാൽ ആ കാലയളവിൽ ജീവിക്കാൻ ആവശ്യമായ പണം കയ്യിൽ നിലനിർത്തിപ്പോരാനും ശ്രമിക്കണമെന്ന് അവർ ഉപദേശിക്കുന്നു. മക്കിൻസി ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ വർഷം ഒരു സർവേ നടത്തിയിരുന്നു. 30 രാജ്യങ്ങളിൽ നിന്നുള്ള 3000 തൊഴിലാളികളാണ് സർവേയിൽ പങ്കെടുത്തത്. ജീവനക്കാരുടെ ക്ഷേമം വിലയിരുത്തുന്ന സർവേയായിരുന്നു ഇത്. ഈ പട്ടികയിൽ 3-ാം സ്ഥാനം നേടിയ രാജ്യമാണ് ചൈന. തൊഴിലാളികളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ക്ഷേമം വിലയിരുത്തിയ സർവേയായിരുന്നു ഇത്. നിലവിലെ ചൈനയിലെ ജോലി സമയം യുവാക്കളെ സമ്മർദ്ദത്തിലാക്കുന്നതായും വിവിധ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. കൂടാതെ ചൈനയിൽ നിന്നുള്ള 90%-ലധികം ജീവനക്കാർക്കും അധിക സമയം ജോലി ചെയ്യേണ്ടതായി വരുന്നതായും സർവേയിൽ കണ്ടെത്തിയിരുന്നു. 60%-ലധികം പേർക്കും പതിവായി അധിക സമയം ജോലി ചെയ്യേണ്ടി വരുന്നതായും സർവേയിൽ കണ്ടെത്തി.